നമ്മളെ കൊണ്ട് DJ പാർട്ടിയിലേക്കും ഡാൻസിലേക്കും ഗാനമേളയിലേക്കും കരിമരുന്നിലേക്കും പലരും മാടി മാടി വിളിക്കും. ബീച്ചുകൾ വിളിച്ചുകൊണ്ടിരിക്കും, റെസ്റ്റോറന്റുകൾ വിളിച്ചുകൊണ്ടിരിക്കും, റിസോർട്ടുകൾ വിളിച്ചുകൊണ്ടിരിക്കും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആകെ 3 ദിവസമേ ഉള്ളൂ. മൊത്തം കൂട്ടി നോക്കിക്കോ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആകെ 3 ദിവസമേ ഉള്ളൂ. ഏതൊക്കെയാ 3 ദിവസം? ഒന്ന് ഇന്ന് എന്ന് പറഞ്ഞ ദിവസമാണ്. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിപ്പുള്ള ഈ സമയമാണ്. മറ്റൊരു ദിവസം ഏതാവ് അമ്മാഗദൻ, മറ്റൊന്ന് നാളെ എന്ന് പറയുന്ന 2ാമത്തെ ദിവസമാണ്. പിന്നൊന്ന് ഏതാ അംസി, ഇന്നലെ എന്ന് പറഞ്ഞതാണ്. ഇന്നലെ, ഇന്ന്, നാളെ, ഈ 3 ദിവസമുള്ളൂ ആകെ. ഇന്നലെ എന്നത് കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇനി വിട്ടതൊന്ന് കൈവിട്ടു പോയ, നഷ്ടപ്പെട്ടു പോയ ആ സമയം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞു. നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ ആ നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് കണക്ക് കൂട്ടാൻ കഴിയില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഫല്യവും, ഇന്നേ ദിവസം മാത്രമേ ഉള്ളൂ. ആ ദിവസം നന്നായി നീ പ്രവർത്തിച്ചോ, ആ ദിവസം നന്നായി ക്രമീകരിച്ചോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 4ാമത്തെ ഖലീഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലിയാർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഇർതഹലത്തി ദുനിയാ മുദ്ബിറതൻ. ഈ ദുനിയാവ് അതാ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖബിലതൻ. ആഖിറത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ പരലോകത്തിലേക്കുള്ള ഒരു കൊല്ലം കൂടി ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദുനിയാവിന്റെ മക്കളായി മാറാൻ വേണ്ടി നോക്കരുത്, പരലോകത്തിന്റെ നല്ല മക്കളാകാൻ നോക്കണം. പരലോകത്തിന് വേണ്ടി ആയുസ്സും സമയവും സമ്പത്തും കൊടുക്കണം. എന്താ അതുകൊണ്ടുള്ള ഗുണം അവൻ ഈ ദുനിയാവിൽ വെച്ച് പരിശോധിച്ച് പുനഃക്രമീകരിച്ച് നാളേക്ക് വേണ്ടി അവൻ കൊടുത്താൽ അവസാനിക്കാത്ത തീരാത്ത സുഖങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ ധീരനായ ഖലീഫമാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്ത ഉമർ ഖത്താബ് തങ്ങൾ പറയാറുണ്ട്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസിബു. പരലോകത്ത് നമ്മുടെ കൊല്ലങ്ങളും ആയുസ്സും യുവത്വവും ഒക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ രാത്രികൾ പകലുകൾ നാം ചെയ്തു കൂട്ടിയ സകല കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനു മുമ്പ് ദുനിയാവിൽ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കിക്കോ. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. മറച്ചു വെക്കാൻ കഴിയാത്ത, ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത ഒട്ടനേകം സംഭവങ്ങൾ വരാനിരിക്കുന്ന ഒരു ദിവസം അതാ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പരലോകമുണ്ട്. ഇവിടെ ചെയ്തവർക്ക് അനുഭവിക്കാനുള്ള ഒരു ലോകം അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ നമസ്കാരങ്ങൾ ശരിയാണോ ഞാൻ സൂചിപ്പിച്ചു? എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് കൊല്ലങ്ങളിൽ മാറാൻ കഴിഞ്ഞു? എനിക്ക് എത്ര പേജ് ഖുർആൻ ഓതാൻ കഴിഞ്ഞു? 365 ദിവസങ്ങളിൽ ഒരായത്ത് ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ 365 ആയത്ത് പഠിക്കായിരുന്നല്ലോ. കഴിഞ്ഞില്ലല്ലേ? ഇനിയെങ്കിലുമുള്ള നാളെ അതിന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എത്ര സുന്നത്ത് നോമ്പെടുത്തു ഈ ദിവസങ്ങളിൽ? ഞാൻ എത്ര സുന്നത്ത് നോമ്പെടുത്തു? ഞാൻ എത്ര രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ട്? ഞാൻ എത്ര നമസ്കാരങ്ങളിൽ കൃത്യമായി പാലിച്ചിട്ടുണ്ട്? എന്റെ കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് 60 മാസം കണക്ക് നോക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വയം ഒരു പരിശോധനക്ക് നീ തയ്യാറായിക്കോ. മരിച്ചു കഴിഞ്ഞ് മണ്ണോട് ചേർന്നാൽ പിന്നീട് ആ പരിശോധനക്ക് അവസരമില്ല. അവിടെ പിന്നീട് നിനക്ക് വിധി തീരുമാനിക്കുന്ന ദിവസമായിരിക്കും വരിക. പക്ഷേ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഈ ഏറ്റവും നല്ല ചിന്തിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന സമയം പോലും അറിയാതെ ആളുകൾ അല്ലെങ്കിൽ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ചിന്തിക്കേണ്ട സമയമല്ല, ഇത് ആഘോഷിക്കേണ്ട സമയമാണ്. അതിന് ബിസിനസ്സുകാർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ, ഫ്രീ ആണ്. ഡിസംബർ 31 രാത്രി ഞങ്ങളുടെ കൂടെ വന്നോളൂ, എല്ലാം ഫ്രീ ആണ്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഡാൻസ് ഉണ്ട്, വേണ്ടതെല്ലാം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ വന്നാൽ മതി. എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതത്തിന്റെ സകല നന്മകളും പൊളിച്ചെഴുതപ്പെടുമ്പോൾ അരുത്, നമ്മൾ അവിടേക്കില്ല. തഹജ്ജുദ് നമസ്കരിക്കേണ്ടുന്ന, സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കേണ്ടുന്ന, സുബഹിന്റെ ജമാഅത്ത് മുടങ്ങാതിരിക്കാൻ ഗൗരവം കാണിക്കേണ്ടുന്ന നമ്മളെ കൊണ്ട് DJ പാർട്ടിയിലേക്കും ഡാൻസിലേക്കും ഗാനമേളയിലേക്കും കരിമരുന്നിലേക്കും പലരും മാടി മാടി വിളിക്കും. ബീച്ചുകൾ വിളിച്ചുകൊണ്ടിരിക്കും, റെസ്റ്റോറന്റുകൾ വിളിച്ചുകൊണ്ടിരിക്കും, റിസോർട്ടുകൾ വിളിച്ചുകൊണ്ടിരിക്കും. ബുദ്ധിയുള്ളവരാണ് നമ്മൾ, ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. വലിയ ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ ജില്ലയടക്കമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളാണല്ലോ നിറഞ്ഞാടുന്നത് എന്നത് കാഴ്ച കൊണ്ടറിയാൻ സാധിക്കും.
ഇനിയെങ്കിലും നമ്മളെങ്കിലും ഈ ഖുത്ബക്ക് വന്ന 300 ആളെങ്കിലും ഞാനില്ല എന്ന് പറയാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ അതിന്റെ ഹൈറ് ഒരു വലിയ നന്മയിലായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നല്ല ഗൗരവത്തോടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടി അന്ന് രാത്രി നമ്മുടെ കൂടെ ചേർത്ത് കിടക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾ അന്ന് രാത്രി നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ? ഉറപ്പുവരുത്തൽ ഓരോ രക്ഷിതാവിന്റെയും ധൈര്യമായ നിലപാടാണ് വേണം നമുക്ക്. സന്തോഷത്തിന്റെ നാളുകൾ ലഹരിക്ക് വിട്ടുകൊടുക്കരുത്, മദ്യത്തിന് വിട്ടുകൊടുക്കരുത്. ആഘോഷങ്ങളുടെ പേര് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു നുള്ളൊഴിക്കാൻ വേണ്ടിയിട്ട്. അരുതേ അരുതേ എന്ന് വീണ്ടും വീണ്ടും പറയാനേ മാർഗമുള്ളൂ, നിർത്താനായിട്ടില്ല.